ഷീറ്റൊക്കെ മാറ്റി പോയി കിടന്നോ. ചെറിയ ചാടന ചാട്ടം കണ്ട തരാം മാമ. ചക്കു പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. എടുത്താ വായിലേക്ക് കൊണ്ടുപോകുന്നു. ഷീറ്റ് പിരിക്കാനാണ് മമ്മി ഇങ്ങോട്ട് വിളിച്ചത്. വാ കൊണ്ടുവാ, ബോള് കൊണ്ടുവാ. വാ, ദേ ഡാഡി ഷീറ്റ് പിരിക്കാൻ സമ്മതിക്കില്ല. കൊണ്ടുവാ, ബോൾ എടുത്തോണ്ട് വന്നേ. അച്ഛ അവിടെ ഷീറ്റ് പിരിക്കട്ടെ, നീ പോയി അവിടെ ഇരുന്നാൽ ഷീറ്റ് പിരിക്കാൻ പറ്റുമോ? അവിടെ ചെന്ന് നോക്കി നിൽക്ക. ദേ ആ തൊപ്പി കടിച്ചെടുത്തതേ ഇവിടെ വന്നേ, അക്രമിയാവരുത്. ആരാ വന്നേ? ഇപ്പം എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ മോൻ്റെ ഒരു ചെറിയ വീഡിയോയും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഇതിൻ്റെ കൂടെ കുക്കിങ്ങും കൂടെ ഉണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കുക, പ്രോത്സാഹിക്കുക. എൻ്റെ മോൻ്റെ ബോൾ കളിയും മോൻ്റെ രസകരമായ കാഴ്ചകളും മോൻ്റെ ചെറിയ ചെറിയ തമാശകളും കളികളും ഒക്കെ കാണണം കേട്ടോ. മറ്റേ ബോൾ കടിച്ചെടുത്തോണ്ട് പോയാ നീ. അപ്പം ഇനി ഈ ബോൾ വേണോ? എന്നാ, അപ്പോൾ മോൻ്റെ രസകരമായ കളികളും കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണേ, എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ദേ കണ്ടോ, ഭയങ്കര സാധനമാണ് ഇവൻ. കണ്ടല്ലോ ഫ്രണ്ട്സ്. ബാ മമ്മിയിട്ട് തരാം. ബാ കണ്ടോ ബോൾ കളിക്കുന്നത്, തട്ടിക്കളയുന്നുണ്ടോ? കണ്ടോ കാല് കൊണ്ട് തട്ടുന്നത് കണ്ടോ? ഒക്കെയാണ് കളികൾ കേട്ടോ. എൻ്റെ രാത്രിയുള്ള കളികളാണ് ഈ കാണിക്കണത്. കണ്ടോ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവൻ്റെ ബോൾ കളിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ. ഇത് കണ്ടോ ബോൾ കളിയൊക്കെ കണ്ടല്ലോ. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കുക്കിംഗ് വീഡിയോ കൂടെ ഇടുന്നുണ്ട്. എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഡെയിലി ഞാൻ കണ്ടൻറ്റൊക്കെ ആയിട്ട് വരണ്ടേ ഫ്രണ്ട്സ്, അതുകൊണ്ടാണ്. കണ്ടോ എടുത്തോണ്ട് വാ. അതിൻ്റെ ഇടയിൽ പോയി നീ കിടക്കുന്ന സൗണ്ട് കണ്ടില്ലേ? അച്ചോ, എടുക്ക കാലുകൊണ്ട് തട്ട് കാലുകൊണ്ട്. അവൻ മാവുണ്ട് കളഞ്ഞിട്ട് കാലുകൊണ്ട് തട്ടുന്ന കട്ട് കണ്ടോ. ദേ പോയി അവിടെ താഴെ എടുക്കാൻ പോയിരിക്കുന്ന കേട്ടോ. താഴെ ബോള് പോയിട്ട് എടുക്കാൻ പോയിരിക്കണം അവൻ. വാ, എടുത്തോണ്ട് വാ. എവിടെ പോന്നോ ബോളെവിടെ? പിടിച്ചോ. താഴെ ഇട്ടപ്പോൾ മടിയെ വന്നെടുക്കാൻ. എന്നാ പിടിച്ചോ. ആ എത്ര ബോളാണിത്? കഴിച്ചതൊക്കെ ദഹിച്ചു. ഓടി ആ റൂമിൽ സൗണ്ട് കേട്ടോ. എടുത്തോണ്ട് വാ ബോൾ എടുത്തോണ്ട് വാ. ആ വാ എടുക്ക് പൊന്നാ. ബോൾ കളിയുണ്ടോ? ബോൾ കളി എല്ലാവരും ഒന്ന്. ഇപ്പം എത്ര ബോളാ പൊന്നോ? എന്നാ എത്ര ബോളാണ് പൊന്നിൻ്റെ? ഇപ്പം കഴിച്ചതൊക്കെ ദഹിച്ചു, ചിക്കൻ കഴിച്ചതൊക്കെ. ഏത് ബോൾ വേണമെന്നാണ് ഓർക്കുന്നത്. ഇനിയും ഉണ്ട് ബോളുകൾ. കലുകൊണ്ട് തട്ട് പൊന്നോ, ചെറുതായിട്ട് തട്ടുന്നു. എനിക്ക് പാത്രം കഴുകണം. ഇനി എന്തോരം പണിയുണ്ട്. നിന്നോട് കളിച്ചിരുന്ന ഒരു പണിയും നടക്കൂല. ഗ്യാസൊക്കെ തുടക്കാനുണ്ട്. ഫ്രണ്ട്സ്, മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാനൊരു കുക്കിംഗ് വീഡിയോയും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ തണുപ്പ് സമയത്ത് ക്യാരറ്റ് ബീൻസൊക്കെ കുറച്ച് കൂടുതൽ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഒരു 2 ചെറിയ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീൻസ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ മഞ്ഞൾപ്പൊടിയിൽ കഴുകിയെടുത്തതാണ് കേട്ടോ. 2 സവാള ഞാൻ വട്ടത്തിൽ എടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക്, ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി കേട്ടോ.
അത് ഞാൻ ഒന്ന് നല്ലവണ്ണം ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഒരു തക്കാളി കേട്ടോ, തക്കാളി വേണമെന്നുള്ളവർക്കിടാം, ഇല്ലാത്തവർക്ക് വേണ്ട. 2-3 ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങാണേ. ഇത് നമ്മുടെ പച്ചപ്പി, ഇത് പച്ച മട്ടറാണ്. അപ്പോൾ ഞാൻ ഇന്നാളെ അത് കാണിച്ചു തന്നില്ലേ, ഇപ്പം ഇതിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ മേടിച്ച് 1-2 കിലോ മേടിച്ച് പൊടിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുറുമ പോലെ വെക്കാനാണ് ഉദ്ദേശിച്ചത്. അതിന് ഞാൻ 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാല് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വേണമെന്നുള്ളവർക്ക് ചെയ്യാം, ഇല്ലാത്തവർക്ക് ചെയ്യേണ്ട. കുറച്ച് ഒരു 5-6 കാഷ്യൂനട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ചിക്കൻ ഞാൻ 2-3 പീസ് മുറിച്ച് വെച്ചേക്കണം. എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ വെജിറ്റബിൾ ഇഷ്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു 2-3 ചിക്കൻ പീസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കനും വെജിറ്റബിളും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു ഇഷ്ടം ഉണ്ടാക്കാം. അപ്പോൾ പിള്ളേരും കഴിക്കുമല്ലോ. അപ്പോൾ റൊട്ടിക്കും പൂരിക്കും പൊറോട്ടയ്ക്കൊക്കെ പറ്റിയ കറിയാണ് കേട്ടോ. പിന്നെ നമുക്ക് പൂട്ടിനും ഒക്കെ പറ്റിയ കറിയാണ്. പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ, ചിലവരുണ്ടല്ലോ ഒരു കുറുമ ഉണ്ടാക്കുന്നതിന് ഇതൊന്ന് വഴറ്റും കേട്ടോ. ഞാൻ വഴറ്റുന്നൊന്നുമില്ല. ഇത് ഇങ്ങനെ ഈ എല്ലാ പച്ചക്കറികളും ഇതും കൂടെ പെട്ടെന്ന് കുക്കറിൽ വെച്ച് എടുക്കാനാണ്. ചീനച്ചട്ടിയിലൊന്നും ഫ്രൈ പാനിലിട്ടൊന്നും ഞാൻ വഴറ്റുന്നില്ല. എൻ്റെ കൂടെ ഞാൻ ചെറിയ ഒരു വഴനയില എടുത്തിട്ടുണ്ട്, ഒരു കറുകപ്പട്ട, 2-3 ഗ്രാമ്പു, വേറെ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ വഴറ്റൊന്നൊന്നുമില്ല. ഇതെല്ലാം ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയിട്ട് കുക്കറിലിട്ട് വേവിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പീയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പീയുടെ കാര്യം ഞാൻ പറയാം. ഇതേ ഇഷ്ടം പോലെ ഞങ്ങൾ മേടിച്ചത് ഇത് കണ്ടോ, പൊളിച്ച് ഫ്രിഡ്ജിലേക്ക് അടച്ച് വച്ചിരിക്കണം. അപ്പോൾ അത്യാവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇത് പൊളിച്ചെടുക്കുന്നതിന് ഭയങ്കര പാടാണ്. പച്ചമട്ടർ ഇത് കണ്ടോ, ഇഷ്ടം പോലെ ഇനിയും ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ട്, അതും അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്തതേ ഉള്ളേ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ഞങ്ങളിങ്ങനെ 1-2 കിലോ, ഇപ്പോൾ ഇതൊക്കെ കിട്ടുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1-2 കിലോ ഒക്കെ മേടിച്ച് ഇതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ പൊളിച്ച് വെക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കറിക്ക് പെട്ടെന്ന് റൊട്ടിക്കുള്ള കറിക്കൊക്കെ എടുത്തുണ്ടാകുക, ഇച്ചിരി ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു ബോക്സും കൂടെ അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ കിട്ടുന്ന സമയം സീസൺ ടൈമിൽ ഇതൊക്കെ വാങ്ങിച്ച് നല്ലവണ്ണം കഴിച്ച് യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. അത് നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ സീസൺ കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടുകയൊന്നുമില്ല. പിന്നെ നമ്മൾ പാക്കറ്റിലുള്ള ഗ്രീൻ പീസ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിനിവിടെ പഞ്ചസുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ തേങ്ങാപ്പാലിൽ വെക്കാം, അല്ലാതെ തന്നെ നമുക്ക് പല കറികളിൽ വെക്കാം. ഉരുളക്കിഴങ്ങ് കറികളിലൊക്കെ വെക്കാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതും കൂടെ നമുക്ക് അലിചീര വെക്കാം. എല്ലാം ഒരുപാട് കറികൾ വെക്കാം കേട്ടോ. റൊട്ടിക്ക് പിള്ളേർക്കൊക്കെ ടിഫിൻ കെട്ടാനൊക്കെ ഇതൊക്കെ പെട്ടെന്ന് പൊളിച്ച് വെച്ചാൽ എളുപ്പത്തിൽ പറ്റും കേട്ടോ. അതിനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ അത് പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ ഒരു ബോക്സ് ഇരിപ്പുണ്ട് പൊളിച്ച്. അപ്പോൾ ഇപ്പോൾ ഇതിന് 30 രൂപയൊക്കെ ഉള്ളൂ 1 കിലോ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതൊന്നും ഉണങ്ങി വെയിൽ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്ത തണുപ്പ് സീസൺ വരണം. അപ്പോൾ ഞാൻ ഈ പച്ചക്കറികളും ഇതും എല്ലാം കൂടെ ഒന്ന് ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ വഴറ്റിയൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്നൊന്ന് റൊട്ടിക്ക് കറിയാക്കാൻ വേണ്ടി ഞാൻ ഈ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ച് നമ്മളൊന്ന് തേങ്ങാപ്പാലിൽ കുറുമ പോലെ എടുക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഈ വഴനയിലയും ഈ കറുകപ്പട്ടയൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഗ്രീൻ പീസും ഇട്ടു, നമ്മൾ ആ പീയുടെ പീയും ഇട്ടു. അത് കഴിഞ്ഞ് പച്ചമുളകും ഇട്ടു. അപ്പം ഞാൻ 2-3 ഇത് ഇത്തിരി എരിവ് കുറഞ്ഞ മുളകാണ്, അതുകൊണ്ട് ഞാൻ 2-3 മുളക് ഇടുന്നു. അതിൻ്റെ കൂടെ ഞാനിത് ഈ ഇഞ്ചിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അപ്പോൾ വെളുത്തുള്ളിയുടെ ആവശ്യമില്ല. ഞാൻ ഈ ചിക്കൻ ഇടുന്നുള്ളതുകൊണ്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തു. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നു. അത് കഴിഞ്ഞ് തക്കാളി വേണമെന്നുള്ളവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് അവോയ്ഡ് ആക്കാം. അപ്പം ഞാൻ തക്കാളി ഇട്ട് കറിവേപ്പില ഇടുന്നു. പെട്ടെന്നൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റൊട്ടിക്ക് രുചിക്കൊക്കെ ആവുമല്ലോ കറിയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഈ ചിക്കനും കൂടെ ഇടുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ പ്രത്യേകിച്ചൊന്ന് തേങ്ങാപ്പാലിൽ വേവിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൽ തന്നെ വെന്തോളുമല്ല. ഇച്ചിരി വെള്ളം വെച്ചിട്ട് ഞാനൊന്ന് ഉപ്പും ഇട്ട് കുരുമുളക് പൊടിയും ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നു, ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്നു. കാണിച്ചു തരാം. ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്നു. നമ്മൾ ഇത്തിരി ഉപ്പും ഇട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കും. ഒരു 2-3 സ്റ്റീം വന്നാൽ മതി. ചിക്കൻ പെട്ടെന്ന് വേകുന്നതാണല്ലോ. ഒരു 3 സ്റ്റീം വന്നാൽ മതി കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം നമ്മൾ ഇളക്കുന്ന. അപ്പോൾ അതിൽ കൂടെ തന്നെ ഞാൻ ഒരു ചെറിയ ബേ ലീഫാണ്, ഒരുപാടല്ല,
2 കറുകപ്പട്ടയും ഒരു ഗ്രാമ്പൂവും ഒരു ഇലാച്ചിയും ഒക്കെ കൂടെ ഇട്ടു. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കും കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കില്ല, കാരണം നമുക്ക് രണ്ടാം പാലിലൊക്കെ ഒന്ന് വേവിക്കേണ്ടതല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു ഇച്ചിരി വെള്ളം, ഇത് കണ്ടോ, ഇച്ചിരി വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ നിമന്ന് നിൽക്കണ്ട, കാരണം നമുക്ക് രണ്ടാം പാൽ ഇട്ടൊക്കെ വേവിക്കണമല്ലോ, അതിന് വേണ്ടി. പിന്നെ കാഷ്യൂനട്ട് ഞാൻ അരച്ചിടുന്നത് ഇത്തിരി കൊഴുപ്പിനൊക്കെ വേണ്ടിയാണ് കേട്ടോ. ചിലവർക്ക് തേങ്ങ അരച്ചൊക്കെ ഇടാം കൊഴുപ്പ്, ചിലവർ അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സവാളയൊന്നും വഴറ്റുന്നില്ല, ഇത് പെട്ടെന്ന് ഞാൻ കുക്കറിലിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഫ്രണ്ട്സ്, കുക്കറിൽ 3 സ്റ്റീം വന്നു, ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കണം, അതിൻ്റെ സ്റ്റീം പോട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ 4-5 റൊട്ടി ഉണ്ടാക്കാം. അപ്പം ഞാൻ റൊട്ടിക്ക് പരത്തി വെച്ചിരിക്കുന്ന കേട്ടോ, ഇങ്ങനെ നല്ല മാവോട് കൂടി പരത്തി കട്ടിയില്ലാതെ വെച്ചിരിക്കുന്നു. തവ വച്ചിട്ടുണ്ട്, ചൂടാക്കുന്നു. നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇതിൽ ഞാൻ ചുട്ടെടുക്കും കേട്ടോ. അപ്പോൾ അത്രത്തേക്കുള്ള സമയം നിങ്ങളെ കാണിക്കാമല്ലോ റൊട്ടി കേട്ടോ. അപ്പോൾ ഇത് ചൂടായി വരുന്നുണ്ട്, നമ്മൾ തവ ചൂടായി വന്നപ്പോൾ നമ്മൾ ഈ റൊട്ടി ഇട്ട് കൊടുത്തു. ഇതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ചുട്ട എടുക്കുന്നത്, ഞങ്ങളുടെ എണ്ണയൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഇപ്പുറത്തെ ഭാഗം ഒരു വിധം ഇതായപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു, എന്നിട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഈ ഗ്യാസ് കത്തിച്ച് വച്ചിരിക്കുന്നത്, ഗ്യാസ് പോവും കേട്ടോ, പോവാതെയൊന്നും ഇരിക്കില്ല, പോവും. എന്നിട്ട് ഇതെടുത്തു, എടുത്തിട്ട് നമ്മൾ ഈ തവയിലേക്ക് ഇടുന്നു. ചിലവർ ഇതിൽ തന്നെ അത് ഉണ്ടാക്കും കേട്ടോ, പറയാൻ പറ്റൂല. അപ്പോൾ അത് പൊള്ളി കയറുന്ന കണ്ടോ കണ്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് ഇട്ട് കൊടുത്തു തവയിൽ, കണ്ടോ. അപ്പോൾ ഇതിങ്ങ് പൊള്ളി കയറും കേട്ടോ. അപ്പോൾ 4 വശത്ത് വേവിക്കണം. ഇനി ഞാൻ അടുത്തത് ഇട്ടു. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ പിന്നെയും ഇടുന്നു. ഇട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. കണ്ടോ പൊങ്ങിക്കയറുന്നത് കണ്ടോ, പപ്പടം പോലെ പൊങ്ങിക്കയറും കേട്ടോ. ഇതൊന്ന് തിരിച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു, കണ്ടോ. 4 വശത്ത് വേവിക്കണം കേട്ടോ. ഇത് ശരിയാവില്ല, കരിച്ചെടുക്കാതെ ഇങ്ങനെ 4 വശത്ത് വേവിക്കണം. വെന്തു, അതും ഇട്ടു. അടുത്തത് നമ്മൾ എടുക്കുന്നു, അടുത്തതും അതുപോലെ തവയിലിടുന്നു, കണ്ടോ. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തു. ഈ റോൾ പേപ്പറിൽ തന്നെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ഇരിക്കാനാണ്. പിന്നെ ആ തവയിൽ ഇട്ട് കൊടുത്തു. ഇതിന് പൊങ്ങി കയറും കേട്ടോ, നോക്കിക്കോണേ, കണ്ടോ. പിന്നെ ഞാനിങ്ങനെ ഒന്ന് മുകളിലേക്ക് ഇട്ടതൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് റൊട്ടി ഉണ്ടാക്കുന്നത്, എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പൊങ്ങി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നു, കണ്ടോ. പിന്നെയും ഞങ്ങൾ ഇട്ട് കൊടുത്തു. പിന്നെ ഇനി പതുക്കെ ഉണ്ടാക്കാം. പിന്നെ ഈ കല്ലിൽ മാവുണ്ടെങ്കിൽ ഒന്ന് നല്ല തുണിയിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് പിന്നെ ഇടണം കേട്ടോ. ചിലപ്പോൾ മാവിൻ്റെ പൊടിയൊക്കെ ഒന്ന് ഇതിൽ വരാം, അപ്പോൾ ആ പൊടി തുടച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ പൊങ്ങി കയറുന്നത്. അപ്പോൾ നമ്മൾ 4-5 റൊട്ടിയായി. അപ്പോൾ ഇതൊക്കെ വെന്തപ്പോൾ ഞാൻ ഈ 2ാം പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേവിക്കണം കേട്ടോ, ഒന്ന് തിളപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഇത് കുറുകിക്കോളും കേട്ടോ. നമ്മൾ കാഷ്യൂനട്ട് ഇടും, വേണമെന്നുള്ളവർക്ക് ഇച്ചിരി കോൺഫ്ലവർ ഇടാം ലാസ്റ്റ് കൊഴുപ്പ് കിട്ടാൻ, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചിടാം. തേങ്ങ അരച്ചിട്ട് കൊഴുപ്പ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ 2ാം പാലിലിട്ട് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ 2ാം പാലിൽ കിടന്ന് ഇതൊന്ന് തിളച്ച് ഒന്നും കൂടെ ഒന്ന് വേകട്ടെ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നിങ്ങൾക്ക് കളറിന് അത്യാവശ്യമുള്ളത് നിങ്ങളുടെ കളറിന് ചേർന്നത്, നിങ്ങൾക്ക് കളർ കൂടുതലാണെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടുതലിടുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇടുന്നത്, അതിൽ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇച്ചിരി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, തിളച്ച് വരുമ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിന് വേണ്ടത് കേട്ടോ. കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ആ 2ാം പാലിലൊന്ന് വേകട്ടെ. കുരുമുളക് പൊടി ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ 2ാം പാലിലിരുന്ന് ഇത് വേകട്ടെ. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ മസാലയൊന്നും ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ, കണ്ടോ. ഇതിനി ഒരു ഇത്തിരി വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ചാൽ പിന്നെ വറ്റിക്കാനോ തിളപ്പിക്കാനോ പാടില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് ഗരം മസാല പൊടി ഇടുന്നു കേട്ടോ, കുറച്ച്, കൂടുതലൊന്നുമല്ല, കുറച്ച്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ എടുക്കുമ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ഇടുന്നതിന് മുമ്പ് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇടാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അതിൻ്റെ
തിളച്ച ആ തേങ്ങാപ്പാലിൽ ഒന്ന് വെന്ത് കിട്ടുമ്പോൾ ആ മല്ലിപ്പൊടിയുടെ കുത്തലൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടംപോലെ പേരും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബിഗിനിങ് ആൾക്കാരുണ്ടല്ലോ, ഇതൊന്നും ഉണ്ടാക്കാതെ ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരപ്പെടും കേട്ടോ. വേണമെങ്കിൽ സവാള വഴറ്റിയൊക്കെ ഇടാം. ഞാൻ വഴറ്റിയൊന്നും ഇടുന്നില്ല, ലാസ്റ്റ് ഒന്ന് താളിച്ചിടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ഞാൻ ഈ ബ്ലാ ബ്ലാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഫീഡ്ബാക്ക് ചെയ്യുക. കറിയൊക്കെ കൊള്ളാമോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കാജു ബദാം അരച്ചത്, കാഷ്യൂനട്ട് അരച്ചത് ഇട്ട് കൊടുത്തു. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ പൊക്കം കുറവാണേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ എത്തി വലിഞ്ഞ ഈ കാണിക്കുന്നത് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ കാഷ്യൂനട്ട് ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ 1-ാം പാൽ ഇട്ട് കൊടുക്കുന്നു. 1-ാം പാൽ ഇട്ട് നമ്മൾ മാറ്റി വെച്ച് കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോണ്ടല്ലോ അത് കുറുകിക്കോളും. കാരണം നമ്മൾ കാഷ്യൂനട്ടൊക്കെ ഇട്ടില്ലേ, കുറുകിക്കോളും കേട്ടോ. അല്ല കുറുകാത്തുള്ളവരാണെങ്കിൽ ഇച്ചിരി തേങ്ങ അരച്ച് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഇച്ചിരി കലക്കി ഒഴിക്കാം. പിന്നെ അതുകൂടെ കാഷ്യൂനട്ട് ഞാൻ ഇട്ടുകൊണ്ട് കാഷ്യൂനട്ടൊന്നും ഞാൻ ഫ്രൈ ചെയ്ത് ഇടണില്ല കേട്ടോ. നമുക്കപ്പോൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റ് പാകമായിരിക്കും. നമ്മൾ കഴിക്കാൻ നേരത്ത് കറക്റ്റ് പാകമായിട്ട് അതിൻ്റെ ഗ്രേവി വന്നോളും കേട്ടോ. ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളത് അത് തിളച്ചുകൊണ്ട് അത് ചൂടായി തന്നെ ഇരിക്കും. നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 1-ാം പാൽ ഒഴിച്ചിട്ട് ഇത് താഴെ വെച്ചു. 2-3 കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ കാഷ്യൂനട്ടൊക്കെ അരച്ചുകൊണ്ട് ഇത് നല്ല കുറുകി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഒന്നുമില്ല. ഞാൻ ആ 2-ാം പാലിട്ട് തിളച്ചപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് കാഷ്യൂനട്ടും കൂടെ ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് 1-ാം പാൽ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകമാണ്. ഇത് കണ്ടോ, ഈ കളറായിട്ട് വന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണോ ഇല്ലേന്നാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇനി ഒരു ടച്ചും കൂടെ ഉണ്ട് കേട്ടോ. അതിൽ ഇച്ചിരി കടുതാളിച്ചിടാൻ പോകുന്നു. ചിലവർ കടുതാളിക്കില്ല, ഞാനൊന്ന് കടുതാളിച്ചിടാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ, നല്ല ടേസ്റ്റാണോ എന്നൊക്കെ ഒന്ന് അതിൻ്റെ ചാറൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ട് വരാം. കൊടുത്തിട്ട് നല്ലതാണെന്ന് ചോദിക്കാം. ഹസ്ബൻഡ് അവിടെ TV കണ്ടുകൊണ്ടിരിക്കണം ഇരുട്ടത്ത് കേട്ടോ. കൊടുത്തിട്ട് വരട്ടെ ഉപ്പൊക്കെ ഉണ്ടാവുന്നു. അദ്ദേഹം കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. ഉപ്പൊക്കെ പാകമാണെന്ന് പറഞ്ഞു കേട്ടോ. ചിലവർ താളിക്കൂല, ഞാനൊന്ന് താളിക്കുന്നു. ഒരു ഇച്ചിരി 2 കൊലമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ചിടാം. അപ്പോൾ ഫ്രണ്ട്സ്, കടുതാളിക്കുന്നുള്ളവർക്ക് കടുതാളിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട കേട്ടോ. ഇത് നല്ല വേണ്ട കൊഴുപ്പോടെയൊക്കെ വന്നിട്ടുണ്ട്. വെള്ളമല്ല കേട്ടോ, കൊഴുപ്പാണ്. ഞങ്ങൾ കഴിക്കാൻ നേരത്തെ നല്ല കൊഴുക്കും കേട്ടോ. കാരണം ഞാൻ കാഷ്യൂനട്ട് അരച്ച്, ഞാൻ തേങ്ങ എല്ലാം അരച്ചത്, തേങ്ങാപ്പാൽ ഇട്ടുണ്ട്, കാഷ്യൂനട്ട് അരച്ചത് കേട്ടോ. അപ്പോൾ ഇത് ചിക്കനും ഇത് കണ്ടോ, ക്യാരറ്റും ഇത് കണ്ടോ. പിന്നെ ഞാൻ ചിക്കൻ പീസ് കഴിക്കില്ല കേട്ടോ, വെറും ചാറും ബീൻസും ക്യാരറ്റൊക്കെ കഴിക്കുള്ളൂ. പിള്ളേർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല കൊഴുപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. അപ്പോൾ റൊട്ടിയായി. ഇത് കണ്ടല്ലോ, നല്ല നല്ല സോഫ്റ്റ് റൊട്ടി. ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല സോഫ്റ്റ് റൊട്ടിയാണ് കേട്ടോ. ഇനി ഞാൻ 2-3 റൊട്ടിയും കൂടെ ഉണ്ടാക്കും. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് റൊട്ടി. അപ്പോൾ റൊട്ടിയായി. നമ്മുടെ ചിക്കനും ഇതും കൂടെ ഒരു കുറുമ വച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.